അല്ലേ നിങ്ങളും ഇങ്ങനത്തെ സ്പെഷ്യൽ വൺസിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടോ? അല്ല ഇപ്പോ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പെൻസീവ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ സ്നേഹം കൊണ്ട് കൊടുക്കണതല്ലേ. നമ്മളുടെ ഇപ്പോ പൈസ ഇല്ലാന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാണ്ടിരിക്കണൊക്കെ ഉണ്ടാവും. എന്നാ അവർക്കായിട്ടൊരു ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോ എന്താ ഇപ്പോ നമ്മുടെ കയ്യിലത്തെ പൈസ പോണു. അവർക്ക് സന്തോഷാവും, പക്ഷെ നമ്മക്ക് അങ്ങനെ സന്തോഷാവോ? അങ്ങനല്ല, സന്തോഷാവണവരൊക്കെ ഉണ്ട്. എന്നാലും പൈസ ഇല്ലാത്തവരും ഉണ്ടാവുമല്ലോ. എന്നാല് നമ്മക്കില്ലേ, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്താലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എത്ര ഇപ്പം നമ്മൾ ക്യാഷ് മുടക്കിയിട്ട് സാധനങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടില്ലേ മേടിച്ചു കൊടുത്താലും കുറച്ചും കൂടി സ്പെഷ്യൽ ആയിരിക്കും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണത് മാത്രമല്ല, നമ്മൾ അതിൽ കുറച്ച് സ്നേഹം കൂടിയും കൂട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയൊരു ഗിഫ്റ്റാണ്. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സ്പെഷ്യൽ വൺസ് പറയുമ്പോൾ വേണമെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, അല്ലേ ഇപ്പോൾ ലവേഴ്സ് ആവാം. അപ്പോൾ ലവേഴ്സ് ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ ഫ്രണ്ട്സിനായാലും കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം എന്താ, ടീച്ചേഴ്സ് ഡേക്ക് കൊടുക്കുക, ബർത്ത്ഡേക്ക് കൊടുക്കുക, നമ്മളുടെ എല്ലാവരുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമല്ലോ. ഇതിനാണെങ്കിലും അത്ര എക്സ്പെൻസീവ് അല്ല. പിന്നെ നമ്മൾ നമ്മുടെ സമയം ചെലവഴിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ, അപ്പൊ കാണാനൊരു ക്യൂട്ടും ആയിരിക്കും, അവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയും. അയ്യോ, കഥ പറഞ്ഞ് നമ്മുടെ സമയം പോയി തറിഞ്ഞില്ല. ഉണ്ടാക്കിയതൊക്കെ പകുതി എത്തിക്കണ്. വീഡിയോ നിങ്ങളൊന്നും കൂടിയൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. പിന്നെ ഫസ്റ്റ് ഞാൻ എടുത്ത അളവ് ഒരു സ്ക്വയറിന്റെ ഒരു ഭാഗം പറയണത് 5 സെന്റിമീറ്റർ ആണ്. അതൊന്ന് ശ്രദ്ധിക്കും ചെയ്യും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇതിൽ വേറൊരു സീക്രറ്റും കൂടി വെക്കുന്നുണ്ട്. ഒരു കുഞ്ഞി കേക്ക് അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കി നിങ്ങള്, അതും അവർക്ക് കണ്ടാലും ഭയങ്കര ഇഷ്ടാവും. നിങ്ങളിപ്പോ ഇത് ഉണ്ടാക്കുമ്പോ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള കളർ പേപ്പേഴ്സ് ഒക്കെ ഉപയോഗിക്കാന്ന് വെച്ചാല് കുറച്ചും കൂടി ചന്ത ഉണ്ടാവും. ഞാനിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് യെല്ലോയും റോസും അല്ലേ. നിങ്ങളും ഇതേ കളർ ഉപയോഗിച്ച് നോക്കി, നല്ല രസം ഉണ്ടാവും കാണാൻ. ഇനിയിപ്പോ എന്തായാലും ഉണ്ടാക്കാൻ കുറെ സമയമൊന്നും പിടിക്കില്ല. ഒരു അരമണിക്കൂറിനായിട്ട് നമ്മുടെ ഇത് ഉണ്ടാക്കലൊക്കെ കഴിയും. കുറച്ച് സമയം പിടിച്ച് ഉണ്ടാക്കിയാലും ഇപ്പൊ എന്താ, നമ്മളുടെ കൈ കൊണ്ട് ഉണ്ടാക്കണല്ലേ. നമ്മൾ പെട്ടെന്ന് ഒരു സാധനം മേടിച്ചു കൊടുക്കണതിനെക്കാട്ടും കുറച്ച് സ്പെഷ്യലാണ് ഇപ്പൊ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ കുറെ സമയം പിടിച്ചിട്ട് ഉണ്ടാക്കണത്. കുറെ സമയം പിടിച്ച് നമ്മൾ ഇതിൽ മെനക്കെട്ട് ഉണ്ടാക്കണല്ലേ. അപ്പൊ നമുക്ക് തന്നെ ഇത് ഇഷ്ടാവും. അവസാനത്തെ റിസൾട്ട് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പൊ നോക്കാം, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.